ഇപ്പൊ നമുക്ക് ഇത് നമ്മുടെ മുന്നിൽ ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുന്നേ നമുക്ക് പത്തനാപുരത്തും കോഴിക്കോടും അതുപോലെ നമ്മുടെ തിരുവനന്തപുരത്തും നെയ്യാറ്റിൻകരയിലും ഒക്കെ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പ്രത്യേക നമ്മൾ ഈ സംഭവം നടക്കുമ്പോൾ മാത്രമേ നമ്മളത് ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇതിപ്പോ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കാരണവശാലും നമുക്ക് വേനൽ കൂടുന്ന സമയത്ത് കുഞ്ഞുമക്കള് തറയിൽ കിടക്കാൻ പാടില്ല, പായച്ച് കിടക്കാൻ പാടില്ല, ചുവരോട് ചേർന്ന് കിടക്കാൻ പാടില്ല, കട്ടില് ചുവരോട് ചേർത്ത് ഇടരുത്. അതുപോലെ കട്ടിലിന്റെ അടിയിൽ നമ്മൾ പല വീട്ടിലും പാവന പിടിക്കാൻ പോകുന്ന സമയത്ത് പഴയ സാധനങ്ങൾ കട്ടിലിന്റെ പൊക്കത്തിൽ അടിയിൽ ഇങ്ങനെ അടുക്കി ബോക്സ് പഴയ മേശയൊക്കെ വേസ്റ്റൊക്കെ വാരി കൂട്ടിയിടുന്നു. അപ്പൊ അതുവഴിയൊക്കെ ഇതിന് കട്ടിലേക്ക് കയറാൻ എളുപ്പ മാർഗ്ഗങ്ങളാണ്. പിന്നെ പല സ്ഥലത്തും കാണുന്ന വീട്ടിന്റെ വെളിയിൽ ജനലിനോട് ചേർന്ന് തന്നെ ഒരു വിറവടി വെക്കുന്നു. പഴയ സൈക്കിൾ ഉപയോഗശൂന്യമായി സൈക്കിളോ ബൈക്കോ അല്ലെങ്കിൽ ഗോവേണി ഇങ്ങനെ സാധനങ്ങളോട് കൂട്ടി വെക്കുന്നു. ഇതൊക്കെ നിർബന്ധമായിട്ട് മാറ്റി അവിടെ വെക്കാൻ പാടില്ല, നിർബന്ധമായിട്ട് മാറ്റി വെക്കേണ്ടതാണ്. പിന്നെ നമുക്ക് നമ്മളെ വീട്ടിൽ കാണാൻ പല വീടുകളിലും കാണാൻ പറ്റുന്ന ഒരു വിനോദം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെറസ് വീടാണെങ്കിൽ പോലും നമ്മൾ അതിന്റെ സൺസൈഡിൽ ക്ലാമ്പ് വെച്ചിട്ട് ആ ക്ലാമ്പിലേക്ക് കയർ വലിച്ചു കെട്ടിയിട്ട് പടവലം പോലെ സാധനങ്ങൾ, അതുപോലെ ഫാഷൻ ഫ്രൂട്ട് പോലത്തെ സാധനങ്ങൾ, അതുപോലെ പാവല്, അതുപോലെ കോവയ്ക്കാന്ന് പറഞ്ഞ സാധനം ഇതൊക്കെ പറത്തി വിടുന്നു. അപ്പൊ വേനൽ കൂടുമ്പോൾ ഈ ചെടിയിലൊക്കെ വെള്ളം നനയ്ക്കുന്ന സമയത്ത് അവർക്ക് വെള്ളം അനിവാര്യമായി വരുമ്പോൾ ഇവർ ചെടിയുടെ മുകളിലേക്ക് വരാം. അപ്പൊ എന്തെങ്കിലും അനക്കം കിട്ടുമ്പോൾ അത് മേളിലേക്ക് കയറാം, അതുവഴി നമ്മുടെ വീടിനകത്തേക്ക് ഇറങ്ങാം. ജനലിന്റെ സൈഡൊക്കെ ദേവിച്ചിരിക്കുന്നുണ്ടാവും, അതിലേക്ക് ഇറങ്ങാം. പിന്നെ ഏറ്റവും ഇവരെ വീടിനകത്തേക്ക് വരുന്ന ഒറ്റ കാരണം എന്ന് പറഞ്ഞാല് ഈ ശങ്കുരൻ പാമ്പ് കടിച്ചു എന്നാണ് നമ്മൾ വാർത്തകളിൽ കാണാൻ പറ്റുന്നത്. ഒത്തിരി പേര് എനിക്ക് ഫോട്ടോ അയച്ചിട്ടുണ്ട്, കാണാൻ പറ്റുന്നത്. പക്ഷേ ശങ്കുരൻ പാമ്പിന്റെ ഒരു പ്രത്യേകത, ഇവന്റെ ഫുഡ് ചുവർ പാമ്പ് എന്നറിയപ്പെടുന്ന, ചുരുട്ട എന്നറിയപ്പെടുന്ന, വാരിച്ചുട്ട എന്നറിയപ്പെടുന്ന പാമ്പാണ്. 99% അത് പിടിക്കുന്നത് തന്നെയാണ്. പിന്നെയാണ് ചേരക്കുഞ്ഞിനൊക്കെ കിട്ടിയാൽ മാത്രം പിടിക്കുന്നു. അപ്പൊ ഈ ചുവർ പാമ്പ് കാരണം നമ്മുടെ വീടിനകത്താണ് കാണുന്നത്. വീടിനകത്ത് ചുവർ പാമ്പ് വരാൻ കാരണം പല്ലിയാണ്. പല്ലിയുടെ ഫുഡ്, പല്ലിയെ കഴിക്കുന്ന ജീവിയാണ് ചുവർ പാമ്പുകൾ. അപ്പൊ ചുവർ പാമ്പിനെ പിടിക്കാണ്ട് പല്ലി വീടിനകത്ത് വരുമ്പോൾ അതിന്റെ പുറകെ ഇവദ്ദേഹം പുറത്തേക്ക് വരുന്നു. അപ്പൊ നിർബന്ധമായിട്ട് ഒരു കാരണവശാലും ഇത് ഞാനിത് ഒരുപാട് സ്ഥലത്ത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. നിർബന്ധമായിട്ട് പാവപ്പെട്ട സാധാരണക്കാരുടെ വീട്ടില് അടുക്കളയുടെ ഭാഗത്ത്, അടുക്കളയുടെ ഡോറിന്റെ ഭാഗത്തൊക്കെ ഒരു 2-3 ആഴ്ച കൂടുമ്പോൾ ലേശം മണ്ണെണ്ണ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് മണ്ണെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കുക. മണ്ണെണ്ണ ആസിഡാണ്. അപ്പൊ മണ്ണെണ്ണ തറയിൽ കൂടെ സെൻസ് ചെയ്ത് വരുമ്പോൾ മണ്ണെണ്ണ നാക്കിലേക്ക് ഇട്ട് അപ്പോൾ തിരിച്ച് മടങ്ങി പോകുന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ തേക്കാത്ത ഭിത്തികളുള്ള വീടുകളാണെങ്കിൽ ആ ജനലിന്റെ അവിടെയൊക്കെ ഈ മണ്ണെണ്ണയും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്യുന്നത് പല്ലിയെ പോലെയുള്ള ജീവികളെ അകറ്റി നിർത്താനും കഴിയും. പാമ്പ് പോലത്തെ സാധനങ്ങൾ നമ്മുടെ വീടിനകത്തേക്ക് വരാതിരിക്കാനുള്ള ഒരു സാഹചര്യം മണ്ണെണ്ണ ഉണ്ടാവുന്നു. മണ്ണെണ്ണയോ ഡീസലോ. പിന്നെ നമ്മൾ നിത്യേന നമ്മുടെ വീടിന്റെ പരിസരത്ത് ഒരു കാരണവശാലും വീടിനോട് ചേർന്ന് ചപ്പോ ചോറോ വിറവോ ഒന്നും കൂട്ടി വെക്കരുത്. അത് അപകടം തന്നെയാണ്. 100% നമ്മൾ എന്താ പറയുക, പല നമുക്ക് ഇത്തരത്തിലുള്ള നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന പാമ്പ് മാത്രമല്ലല്ലോ, ഈ അടുത്തായി വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. രാജവെമ്പാല അടക്കം വനപ്രദേശങ്ങളിൽ നിന്നും കാട് താണ്ടി നാട്ടിലേക്ക് എത്തുന്ന കാഴ്ച കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ കൂടി പ്രതിരോധിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 100%. കാരണം ഇപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ പാമ്പുകൾ ഇപ്പൊ നമുക്ക് തിരുവനന്തപുരം സിറ്റി പോലുള്ള സ്ഥലങ്ങൾ എന്റെ 39 വർഷത്തിനിടയിൽ മോർക്കൻ പാമ്പിനൊക്കെ കിട്ടിയ ചരിത്രങ്ങളില്ല. ഇപ്പൊ പക്ഷേ ഇത് ഒരുപാട് ധാരാളമായിട്ട് കൂടുന്നത്. എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു എന്നൊരു അന്വേഷണമോ പഠനമോ ഒന്നും നമ്മുടെ നാട്ടിലില്ല, പഠനങ്ങളില്ല. അതാണ് നമുക്കൊരു ഒരു കുഴപ്പമുണ്ടാവുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പരമാവധി നമ്മുടെ വീട്ടിന്റെ പുറത്ത് അടുക്കള സൈഡിലോ ബാത്റൂമിന്റെ സൈഡിലോ ഒക്കെ വെള്ളം വീഴുന്നത് നിർബന്ധമായിട്ട് ചൂട് സമയത്ത് നമ്മൾ ഒഴിവാക്കണം. കാരണം വെള്ളം വീഴുമ്പോൾ വെള്ളം പാമ്പുകൾക്ക് വേനലാകുമ്പോൾ വെള്ളം കുടിക്കാൻ അനിവാര്യമാണ്. അതിൽ ശരീരത്തിൽ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വെള്ളത്തിൽ തണുപ്പുള്ള സ്ഥലം അനിവാര്യമാണ്. അപ്പൊ അടുത്ത പറമ്പുകളിലൊക്കെ വെള്ളം ചൂട് കൂടുമ്പോൾ അവ നമ്മുടെ വീടിന്റെ പറമ്പിലേക്ക് വരികയും നമ്മുടെ വീടിന്റെ പരിസരത്ത് നമ്മളെ ഈ തണുത്ത വെള്ളം വീഴുന്ന സ്ഥലത്ത്, ചെടിയിലൊക്കെ വെള്ളം വീഴുന്ന സ്ഥലത്തൊക്കെ വന്ന് വസിക്കാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ നമുക്ക് പല സ്ഥലത്തും ചെടിയെ സ്നേഹിക്കുന്നവർ, മീനിനെ സ്നേഹിക്കുന്നവരൊക്കെ നല്ലതാണ്. പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു 3-4 മാസം 2-3 മാസത്തേക്ക് ഒരു കാരണവശാലും ഈ താമര പോലത്തെ ചെടികൾ താഴെ ചെറിയ പാത്രങ്ങളിൽ വെള്ളം വെച്ച് അത് സേവ് ചെയ്യാതിരിക്കുക. അതിനെ പറ്റുമെങ്കിൽ ഹൈറ്റ് ചെയ്ത് തന്നെ വെക്കുക. പിന്നെ ഈ പക്ഷികളെ പ്രേമികൾ കുറെ പേരുണ്ട്, മറ്റു മൃഗങ്ങളെ പ്രേമികളുണ്ട്. അപ്പൊ ഇവരൊക്കെ വെക്കുന്ന വെള്ളം തറയിലൊക്കെ വെക്കുമ്പോൾ, മറ്റു ജീവികൾക്ക് കുടിക്കാൻ വെക്കുമ്പോൾ അടുത്ത പറമ്പിലെ പാമ്പുകൾ, അടുത്ത നമ്മുടെ വീടിനോട് ചേർന്ന് നടക്കുന്ന പറമ്പിലെ പാമ്പുകളൊക്കെ നമ്മുടെ ഈ വെള്ളം കുടിക്കാണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. ആ വീട്ടിലേക്ക് ഒന്ന് വെള്ളം കുടിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും അനക്കം കിട്ടുമ്പോൾ അവൻ നമ്മുടെ വീടിന്റെ വാതിൽപ്പടിയുടെ അടിയിലോ അല്ലെങ്കിൽ നമ്മുടെ ബേസ്മെന്റിന്റെ അടിയിലൊക്കെ ഒന്ന് വസിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ വീട്ടിൽ കാണാതിരിക്കുമ്പോൾ കുട്ടികളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കടി കിട്ടാം, അത് ചവിട്ടാം, കടി കിട്ടാം. ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നത് വെച്ചത് ഏതോ രീതിയിൽ ഒന്നിൽ എന്റെ 100% എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ചുവര് വഴിയോ ജനൽ വഴിയോ അകത്ത് കട്ടിലേക്ക് കയറിയതായിരിക്കാം. അല്ലെങ്കിൽ കട്ടിന്റെ അടിയിൽ എന്തെങ്കിലും സാധനങ്ങൾ കൂട്ടി വെച്ചിരിക്കാം. അതുവഴിയായിരിക്കാം ഈ നമ്മുടെ പില്ലയുടെ തലങ്ങളുടെ അടിയിൽ കയറി എന്നാണ് എനിക്ക് തോന്നുന്നത്. വീട്ടിന്റെ പരിസരം നമ്മൾ പരമാവധി ഈ സമയത്ത് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും നിസ്സാരമായിട്ട് കാണുന്നില്ല. പാമ്പടിയുടെ എണ്ണം കൂടുന്നു. ചില വാർത്തകൾ വരുന്നു കേരളത്തിൽ പാമ്പടി കുറവാണെന്ന്. ശുദ്ധ മണ്ടത്തിലാണ്. പാമ്പടിയൊന്നും ഒന്നും കുറഞ്ഞിട്ടില്ല. ഞാനിപ്പോ കർണാടകത്തിൽ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എന്റെ മൊബൈലിലേക്ക് കേരളത്തിൽ 16 കടികളാണ് ഇപ്പൊ എന്റെ വാട്സാപ്പിലേക്ക് എനിക്ക് അയച്ചിട്ടുള്ളത്. അതിലൊരു മോൻ മാത്രം ഇപ്പൊ മരണപ്പെട്ടത്. മറ്റൊരു മോന് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിലാണ്. 4 ദിവസങ്ങൾക്ക് മുന്നേ ഒരു 2 വയസ്സുള്ള കുട്ടിക്ക്
പാമ്പിന്റെ കടി വീട്ടിന്റെ മുറ്റത്ത് നിന്നിട്ട് ഹംബിനോസ് വിറ്റ് വൈപ്പറിന്റെ കടി കിട്ടി അത് സീരിയസ് ആയിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ഇങ്ങനെ പാമ്പടിയുടെ എണ്ണം കുറയുന്നു എന്നുള്ളത് ശുദ്ധമായ മണ്ടത്തരമായ വാർത്തയാണ്. പാമ്പടിയുടെ എണ്ണം വളരെ കൂടുന്നുണ്ട്, ഡെത്തിന്റെ എണ്ണം അവര് കൂടുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ട് കണക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആരും അറിയാതെ പോകുന്നത്. ഇപ്പോൾ കുട്ടി വീട്ടിനകത്തായതുകൊണ്ട് നിങ്ങളെപ്പോലുള്ളവർ വാർത്ത ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അറിയുന്നത്. അറിയാതെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ പരമാവധി വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ വീട്ടിലെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് കൊച്ചു കുട്ടികൾക്ക് പുതിയ വീട് പുതിയ കളിപ്പാട്ടങ്ങൾ കളിക്കോപ്പുകൾ വാങ്ങുന്നുണ്ട്. ഈ കളിക്കോപ്പുകൾ വീട്ടിന്റെ പുറത്ത് ഇട്ടിട്ട് വൈകുന്നേരമാകുമ്പോൾ അവരുടെ വീട്ടിനകത്തോണ്ട് വെക്കുമ്പോൾ ഈ ചൂട് കൂടുമ്പോൾ എഴിഞ്ഞു വരുന്ന സാധനങ്ങൾ ഈ കളിക്കോപ്പിനകത്ത് ചെറിയ ഇപ്പൊ വലിയ കാറുകളൊക്കെ ചെറിയ കുട്ടികൾ കളിക്കാനുള്ള കാറുകളൊക്കെ വാങ്ങുന്നുണ്ട്. അതിനകത്ത് ഇപ്പൊ കരിക്കകത്തുനിന്ന് കഴിഞ്ഞ മാസം ഞാൻ എടുത്തത് ഉൾപ്പെടെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നിന്ന് ഞാൻ ഈ ഒരു 1.5 മാസത്തിനുള്ളിൽ 17 കളിക്കോപ്പുകളിനകത്തു നിന്നാണ് പാമ്പുകളെ പൊളിച്ചെടുത്തതെന്നാണ് എനിക്ക് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞത്. അങ്ങനെയുള്ള സാധനങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ വെളിയിലിട്ട് അടുത്ത് അകത്തുകൊണ്ട് വെക്കരുത്. മെനിങ്ങാന്ന് ഞങ്ങളൊരു ഗ്യാസ് ഊറ്റി എടുത്തപ്പോൾ ഗ്യാസ് ഊറ്റിയുടെ അടിയിൽ മൂർഖൻ പാമ്പിന് ഇപ്പൊ മൂർഖൻ പാമ്പിന്റെ മുട്ട വിരിയുന്ന സമയമാണ്, അണലിയുടെ പ്രസവിക്കുന്ന സമയമാണ്. ഒരു കാരണവശാലും പുറത്തുനിന്ന് ഒരു സാധനങ്ങളും സേവ് ചെയ്ത് വീട്ടിനകത്തേക്ക് കൊണ്ടുവയ്ക്കരുത്. ഗ്യാസ് ഊറ്റി കൊണ്ടുവന്നാൽ പോലും നമ്മൾ വെളിയിൽ വെച്ച് വെയിലത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ചരിച്ച് വെച്ച് നോക്കിയിട്ടേ നമ്മൾ വീടിനകത്തോട്ട് കയറ്റാൻ പാടില്ല. ഈ വഴിയൊക്കെ നമ്മുടെ വീടിനകത്തേക്ക് പാമ്പുകൾ കയറി വരാൻ സാധ്യത. അതുപോലെ തന്നെ ഒരു സംശയമുള്ളതാണ്, സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഏറെ ഭയമുള്ളതാണ് പാമ്പിനെ കാണുന്നത് പോലും. അപ്പോൾ ഇതിൽ വിഷമുള്ളതുകൊണ്ട് വിഷമില്ലാത്തതുകൊണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ചുരുട്ട പോലുള്ള പാമ്പുകൾ വിഷമില്ലാത്തൊരു കാറ്റഗറിയിൽ പെടുന്നതല്ലേ, അതിനെ ഭക്ഷണമാക്കാനല്ലേ ശംഖുവരൻ പോലുള്ളവ എത്തുന്നത്. അപ്പോൾ ഈ വിഷപ്പാമ്പിനെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? നമുക്കിപ്പോ നമ്മളിപ്പോ ഇന്നിപ്പോ ഈ കുഞ്ഞ് മരിച്ചവരെ കണ്ടിട്ട് തൃശ്ശൂരിൽ എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് ഫോട്ടോ അയച്ചിട്ടുണ്ട്. അതിന് 2 ടൈപ്പ് ഫോട്ടോ അയച്ചിട്ടുണ്ട്. ഈ ശങ്കുരൻ പാമ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ നല്ല കറുപ്പ് കളറായിരിക്കും, തല ഉരുണ്ട ഷേപ്പ് ആയിരിക്കും. തലയുടെ അവിടെ നിന്ന് ശകലം അല്പം കുഞ്ഞുങ്ങൾക്ക് മാത്രമേ തലയുടെ കണ്ണിന്റെ കഴുത്തിന്റെ അവിടെ നിന്ന് വര ഉണ്ടാവുകയുള്ളൂ. അത് ഒരു വരയെ തുടങ്ങി താഴോട്ട് വരുമ്പോൾ ഒരു 3-4 മാർക്കുകൾ മാറുമ്പോൾ സൈസ് വെക്കുന്നതനുസരിച്ച് മാർക്കിന്റെ എണ്ണം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ 3-4 മാർക്ക് കഴിഞ്ഞിട്ട് പിന്നെ 2 വര ഒരുപോലെ അടുത്തടുത്ത് വരുന്നതാണ് ശങ്കുരൻ പാമ്പ്. 4 അറ്റം 2 വര പോവും. മറ്റ് വെള്ളിവര എന്നറിയപ്പെടുന്ന വനമില്ലാത്ത വെള്ളിക്കോൾ എന്നറിയപ്പെടുന്ന ചെന്നായ്ത്തല എന്നറിയപ്പെടുന്ന പാമ്പിന്റെ പ്രത്യേക തല ത്രികോണാകൃതിയിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ ചെന്നായുടെ തല പോലെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഊൾഫിന്റെ തല പോലെ ഇരിക്കുന്നു. ഒരു വര കറുപ്പിൽ, ലൈറ്റ് കറുപ്പിൽ ഒരു വര, നല്ല പടർന്ന ഒരു വര വാലറ്റം വരെ പോകുന്നതാണ് വനമില്ലാത്ത പാമ്പ്. മറ്റ് 2 വര അടുത്തടുത്ത് പകുതിയോട്ട് താപ്പോട്ട് വാലറ്റം വരെ 2 വരെ പോകുന്നത് ശങ്കുവരനാണ്. പിന്നെ മൂർഖൻ പാമ്പിനെ കണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. നമ്മളെ കാണുമ്പോൾ തന്നെ അവൻ പെട്ടെന്ന് എണീറ്റ് നിൽക്കുന്നു. ഇപ്പൊ നമുക്ക് കേരളത്തിൽ 7-8 കളറിലാണ് മൂർഖൻ പാമ്പിന് കിട്ടുന്നത്. അത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റ മാർഗം ഒരു തലം ഒരു വാലറ്റം വരെ ഒരു കളർ തന്നെ ആയിരിക്കും. തല ഉടലിന്റെ അത്രയും വണ്ണം തലയ്ക്കും ഉണ്ടാവും. പിന്നെ നമ്മുടെ അണലിയുടെ പ്രത്യേകത, അണലിയുടെ ദേഹത്ത് ചേനയുടെ തണ്ടിലുള്ള ആ ഡയമണ്ട് ഡിസൈൻ ആ ഒരു ഉണ്ടാവും. പിന്നെ റഫ് ആയിട്ടുള്ള സ്കിന്നുമാണ് അണലിയുടെ പ്രത്യേകത. ഈ 3 നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് വരുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഒരുപാട് കാലമായി മരണമില്ലാത്ത ഒരു പാമ്പിന്റെ കടി കഴിഞ്ഞ 2024-25 4 പേര് കേരളത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഹംബിനോസർ പീറ്റ് വൈപ്പർ എന്നറിയപ്പെടുന്ന മുഴ മൂക്കൻ എന്നറിയപ്പെടുന്ന ഒരു ഇനം പാമ്പുണ്ട്. ചുരുട്ട ഈ കരിയിലൊക്കെ ഇരിക്കുന്ന ഒരു ചുരുട്ട എന്നൊക്കെ ഇവരെ വിളിക്കുന്നുണ്ട്. ഇതിന്റെ കടിയേറ്റിട്ട് കഴിഞ്ഞ 2 വർഷങ്ങളിടയിൽ 4 പേര്, കോട്ടയത്ത് ഉൾപ്പെടെ മലപ്പുറത്ത് ഉൾപ്പെടെ 4 പേര് നമ്മുടെ നാട്ടിൽ ഇപ്പൊ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതും കാറ്റഗറിയിൽ വനമില്ലാത്ത പാമ്പാട്ട്, വനം കുറഞ്ഞ പാമ്പാട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ കാലാവസ്ഥയ്ക്ക് മാറ്റം വരുന്നതിനനുസരിച്ച് എന്താ പറയുക, പാമ്പിന്റെ വീട്ടിലേക്ക് വരുന്നുള്ള സാന്നിധ്യം കൂടി. ഇപ്പൊ ചൂട് കൂടുമ്പോൾ നമ്മൾ വെള്ളം നിർബന്ധമായിട്ട് വീടിന്റെ പരിസരത്ത് വെക്കാതിരിക്കുക. ചെടിയെ സ്നേഹിക്കുന്നവർ ഇപ്പൊ അറിയാം, നമുക്ക് അണലിയൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ റോസ പോലത്തെ ചെടിയിലൊക്കെ ചുറ്റിയിരിക്കും. അമ്മമാർ അറിയാതെ പോയി ചെടിയെ സ്നേഹിച്ച് കൈ കൊണ്ട് തടകുമ്പോൾ ഇതിനൊക്കെ കടി കിട്ടും, ഇതിനൊക്കെ സാഹചര്യം. ഇതൊക്കെ നിർബന്ധമായിട്ട് ഒഴിവാക്കണം എന്നുള്ളത് കുറച്ച് നാളത്തേക്ക്. ശരി, ഈ പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ആദ്യം ഏവരും ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഭയപ്പെടാതെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അത് ഏറ്റവും എന്തായാലും വളരെ സന്തോഷം. അങ്ങനെ ചോദ്യം ചെയ്തതിൽ നിങ്ങൾ അദ്ദേഹത്തിന് ഒരു 100 കോടി പ്രണാമം. കാരണം വെച്ചാൽ എല്ലാവർക്കും അറിയാതിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മറ്റുമാണ്, എനിക്ക് വേണം സാധാ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഏതാണ് ഒരു പാമ്പടിയിട്ട് ഒരാളിനെ കയ്യിൽ കെട്ടിക്കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് കെട്ടാൻ പാടുക. കോഴിക്കോട് മെഡിക്കൽ ഏതോ പ്രൈവറ്റ്, എന്റെ വാട്സാപ്പിൽ നോക്കാൻ അറിയാൻ പറ്റും, പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. എനിക്കൊന്ന് മലപ്പുറമാണെന്ന് തോന്നുന്നു. കെട്ടിക്കൊണ്ട് വന്നപ്പോൾ വഴക്ക് പറഞ്ഞു. ശുദ്ധമായ മണ്ടത്തിലാണ്. അങ്ങനെയുള്ള ഒരാൾ ആ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ ആ ആളിനെ അവിടുന്ന് പറഞ്ഞു കൊണ്ടുവന്നാണ് എനിക്ക് പറയാനുള്ളത്. പാമ്പടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് പേടിപ്പിക്കാതിരിക്കും. ഇപ്പൊ കുട്ടി ഈ അറിയാൻ പറ്റില്ല, ശങ്കുരയും കടിച്ച് ഉറക്കത്തിലായിരുന്നു, അറിയാൻ പറ്റില്ല. അപ്പൊ അവിടെ പേടിക്ക് പ്രാധാന്യമില്ല. നോർമലി ഒരാളിന് പാമ്പടിയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൂടെ നിൽക്കുന്നവർ അദ്ദേഹത്തെ പേടിപ്പിക്കാതിരിക്കുക, അദ്ദേഹത്തിനെ പിടിച്ച് ഒരിടത്ത് ഇരുത്തുക. ഒരു കാരണവശാലും കയറോ റോപ്പോ ഉപയോഗിച്ച് കെട്ടരുത്, ബ്ലേഡോ പിച്ചാത്തിയോ ഒന്നും ഉപയോഗിച്ച് മുറിവുണ്ടാക്കരുത്. നല്ല വീതിയുള്ള നമ്മുടെ 2-3 വിരലിന്റെ വീതിക്ക് നല്ല നീളത്തിന് തുണി കീറി എടുക്കുക. ആ കടിയേറ്റിന്റെ ഒരു ഉദ്ദേശം 10 ഇഞ്ച് മേളിലേക്ക് വീതിക്ക് തന്നെ ചുറ്റിക്കെട്ടുക. ഒരു കാരണവശാലും ചുറ്റിക്കെട്ടുമ്പോൾ രക്തോട്ടം തടയത്തക്ക രീതിയിൽ കെട്ടരുത്, രക്തോട്ടം കുറയത്തക്ക രീതിയിൽ കെട്ടുക. വീണ്ടും
ഒരു കഷ്ണം തുണിയുടെ കുറച്ചുകൂടെ കെട്ടിന്റെ കുറച്ചുകൂടെ മേളിലേക്ക് കെട്ടുക. കയ്യിലാണ് കടിയേറ്റാൽ ഒരു കാരണവശാലും തലയ്ക്ക് മേളിലോട്ട് ഉയർത്തി വെക്കരുത്. ഹാർട്ടിന്റെ താഴെ നമ്മുടെ വയറ്റിന്റെ പൊക്കിളിന്റെ ആ ഭാഗത്തേക്ക് കൈ ഇങ്ങനെ വെച്ച് അദ്ദേഹത്തിനെ എടുത്തിരുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുക. കാലിലാണ് കടിയേറ്റൽ കെട്ടിയതിനു ശേഷം ഒരു കാരണവശാലും പരമാവധി അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ കിടക്കാൻ അനുവദിക്കരുത്. കാല് നിവർത്തി വെച്ച് അദ്ദേഹത്തിന് എടുത്തിരുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുക. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് അഥവാ ഇപ്പൊ മൂർഖനൊക്കെ പോലെ പാമ്പ് കടിയേക്കുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടാൻ സാധ്യത, കഫക്കെട്ടുണ്ടാവും, ശ്വാസം മുട്ടൽ അനുഭവപ്പെടാം. അപ്പൊ നമുക്ക് ഒരു കാരണവശാലും നമ്മൾ ഇടത്ത് സൈഡിലേക്ക് ചരിഞ്ഞ് കിടക്കാനോ കമിഴ്ന്നോ മലർന്നോ കിടക്കാൻ അനുവദിക്കരുത്. വലത് സൈഡിലേക്ക് അതായത് നമ്മുടെ വലത്തെ കൈയിരിക്കുന്ന സ്ഥലത്തേക്ക് ചരിച്ച് കിടത്തുക. നമ്മൾ കിടത്താൻ മാത്രമേ അനുവദിക്കൂ. അങ്ങനെ കിടത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഇടത്ത് സൈഡിലേക്ക് ചരിഞ്ഞ് കിടത്തുമ്പോൾ നമുക്ക് ഹാർട്ടിനെ ബാധിക്കുന്ന വനമാണ്, നമ്മൾ ശ്വാസകോശത്തെ ബാധിക്കുന്ന വനമാണ് മൂർഖൻ പാമ്പുകൾ തരുന്നത്. അപ്പൊ ചരിഞ്ഞ് കിടക്കുമ്പോൾ അവിടെ നമുക്ക് ഹാർട്ടിന് കുറച്ചുകൂടെ പ്രഷർ കൂടും. അപ്പൊ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് മരണം സംഭവിക്കും. മലർന്ന് കിടക്കുമ്പോൾ അദ്ദേഹത്തിന് ശ്വാസം എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. തമന്ന് കിടക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മരണത്തിന് കാരണമാവും. അപ്പൊ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് എടുത്ത് കെട്ടി കൈയിലോ കാലിലോ കെട്ടിയതിനു ശേഷം എടുത്ത് ഇരുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുക. കിടക്കുന്നുണ്ടെങ്കിൽ വലത്തോട്ട് ശരിയാണ്. വളരെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കുക എന്നത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള പോംവഴി. നമുക്ക് ഏത് പാമ്പുകളിലും ഒറ്റ മരുന്നേ ഉള്ളൂ ഇന്ത്യയിൽ. മോഡേൺ മെഡിസിൻ ഒറ്റ മരുന്നേ ഉള്ളൂ. വളരെ കടിച്ചാലും മൂർഖൻ കടിച്ചാലും ചങ്ങലയും കടിച്ചാലും രാജവമ്പല അടിച്ചാലും നമുക്ക് ഈവൻ അത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് ഇതിന്റെ നമുക്കൊരു ഒരു കാര്യം പറയണ്ടത് 4 ദിവസങ്ങൾക്ക് മുന്നേ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു ഹോസ്പിറ്റൽ തിരുവനന്തപുരത്തല്ല കേരളത്തിന് ഒരു ഹോസ്പിറ്റലിൽ ഒരു പാമ്പടിയിട്ട് ഹൺഡ്രഡ് പിറ്റേ പറഞ്ഞ് കടിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഡോക്ടർമാർ പറഞ്ഞു ഈ പാമ്പിനോട് മരുന്നില്ല. എന്ത് വിവരക്കേടാണ് പറഞ്ഞതെന്നറിയാമോ? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.